ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ KGF-ലേക്കാണ്. KGF-നെ പറ്റി കേൾക്കാത്തവരായി ആരും തന്നെ കാണത്തില്ല. കാര്യം അത്രയ്ക്കും ഒരു സിനിമ കൊണ്ട് ഇത്രയും അറിയപ്പെട്ടൊരു സ്ഥലമാണത്. വളരെ ഫേമസ് ആയിട്ട് സ്ഥലമാണ്. അപ്പം ഞങ്ങൾ ആക്ച്വലി KGF-ൽ തന്നെ കാണാൻ വേണ്ടി ഒന്നും തന്നെയില്ല. പക്ഷേ അതിമനോഹരമായ റോഡുകളും അപ്പുറം ഇപ്പുറം നല്ല കാഴ്ചകളും ഞാൻ റോഡ് സൈഡിൽ തന്നെ നല്ല അപ്പുറം ഇപ്പുറം നല്ല തണലും മരങ്ങളും എല്ലാം നിറഞ്ഞൊരു മനോഹരമായൊരു യാത്രയാണ്. അല്ലാതെ പ്രത്യേകിച്ച് കാണാൻ വേണ്ടി KGF-ൽ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ സിനിമയിൽ കാണുന്ന പോലെയല്ല, ഒരിക്കലും അതുപോലൊന്നുമില്ല. KGF എല്ലാം സെറ്റഡായില്ല. എന്നാലും ഈ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു എക്സ്പെക്റ്റ് ചെയ്ത യാത്രയൊന്നുമില്ല. സഡനായി എടുത്തതാണ്. നമ്മൾ രാവിലെ തന്നെ സൺഡേ റൈഡായിരുന്നു. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ തീരുമാനിച്ചു എന്നാൽ യാത്ര പോകാം. ഏതാണ്ട് 86 കിലോമീറ്ററാണ് ഞങ്ങൾ താമസിക്കാതെ നിന്ന് KGF-ലേക്കുള്ളത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കണ്ടിങ്ങനെ പോകാം. നമ്മൾ KGF-ൽ പോകുമ്പോൾ ഏതാണ്ട് അറൗണ്ട് 86 കിലോമീറ്റേഴ്സിൽ ഏതാണ്ട് 60 കിലോമീറ്ററോളം ഇതുപോലെ ഹൈവേ ആണ്. നല്ല ഹൈവേ ആണ്. ബാംഗ്ലൂർ അറിയാലോ, ബാംഗ്ലൂരിലെ ഹൈവേ ഒക്കെ പറഞ്ഞാൽ അടിപൊളി ഹൈവേ ആണ്. എപ്പോഴും യാത്ര അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്കും സാധാരണ ഈ സൺഡേ മോർണിംഗിലൊക്കെ ഒരുപാട് സൂപ്പർ ബൈക്സ് റൈഡേഴ്സൊക്കെ വരുന്ന ഒരു വഴി കൂടാണിത്. ഞങ്ങൾ അങ്ങോട്ട് യാത്ര പോയപ്പോൾ തന്നെ ഓപ്പോസിറ്റായിട്ട് ഇഷ്ടംപോലെ സൂപ്പർ ബൈക്ക് വന്ന് സൗണ്ടുകളൊക്കെ കേൾക്കായിരുന്നു. ഒരുപാട് റൈഡേഴ്സ് സൺഡേ റൈഡ്സ്, അതായത് അവർ ടെൻഷൻ വർക്ക് ചെയ്ത് ടെൻഷനൊക്കെ ഫ്രീ ആക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു ദിവസമാണ് സൺഡേ. അപ്പം തന്നെ ഇങ്ങനത്തുള്ള ഹൈവേ ആണ് അവരെപ്പോഴും ചൂസ് ചെയ്യുന്നത്. സൂപ്പർ ബൈക്സൊക്കെ അറിയാമല്ലോ. അപ്പോൾ അവരൊക്കെ എപ്പോഴും നല്ല സ്ട്രെയിറ്റ് ഹൈവേ നോക്കി ഇറങ്ങും. അവരൊക്കെ കൂടുതലും ഇങ്ങനത്തുള്ള റോഡിലൂടെയാണ് നിൽക്കുന്നത്. ഇടത്തെ സൈഡും വലത്തെ സൈഡും എല്ലാം മനോഹരമായ കാഴ്ചകളാണ്. കാരണം ഇപ്പുറത്തെ സൈഡിൽ തന്നെ നല്ല കല്ലുകൾ ഇങ്ങനെ ഒരു മല പോലെ നല്ല ഭംഗിയാണെന്ന് കാണാൻ തന്നെ. റോഡ് സൈഡ് നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഇടത്തെ സൈഡും വലത്തെ സൈഡും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അതിമനോഹരമാണ് ഈ യാത്രയൊക്കെ നമുക്ക് ഒരുപാട് ഉന്മേഷം നൽകും. ഒരിക്കലും നമ്മൾ ടയേർഡാവുന്നില്ല. കാര്യം നല്ല അറൗണ്ട് 10 മണിയായിട്ട് ഉള്ളെങ്കിൽ പോലും സമയം ഒരു ചൂടൊന്നും നമുക്കെന്നെ അറിയാൻ വേണ്ടിയില്ല. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണാം ചില സ്ഥലങ്ങളിലൊക്കെ. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അത് നിർത്താതെ പോലെ തിരിച്ചു വരുമ്പോൾ നിർത്തി ഫോട്ടോ എടുക്കാമെന്നൊക്കെ കരുതിയാണ് വന്നതെങ്കിൽ പോലും സാധിച്ചില്ല. അങ്ങനെ നമ്മൾ NH-ൽ നിന്ന് ഇറങ്ങി നമ്മൾ KGF-ലേക്ക് പോകേണ്ട ഒരു റോഡിലേക്ക് കയറാൻ പോകണത്. ഇവിടുന്ന് അങ്ങോട്ട് മനോഹരമായ കാഴ്ചകളാണ്. അതിമനോഹരം എന്ന് പറഞ്ഞാൽ നല്ല റോഡും അപ്പുറവും ഇപ്പുറവും മരങ്ങളും നിറങ്ങിയ ഒരു മനോഹരമായ യാത്രയാണ്. നല്ല തണലാണ് ഈ റോഡിന് ഒരു പ്രത്യേകത തന്നെയാണ്. നല്ല മനോഹരമായ തണലും മനോഹരമാണല്ലോ. ഇനി അങ്ങോട്ടാണ് നമ്മുടെ റോഡിൻ്റെ തുടക്കം. ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാം, ഒരു രക്ഷയില്ല. അതിമനോഹരമാണ്. നോക്കി, അപ്പുറം ഇപ്പുറം മരങ്ങളും നല്ല അടിപൊളി റോഡും നല്ല തണലും നല്ല ഒരു ചെറിയൊരു തണുത്ത കാറ്റും അതിമനോഹരമാണ് ഇതിലൂടെ യാത്ര ചെയ്യാൻ തന്നെ. ആക്ച്വലി ബാംഗ്ലൂരുള്ളവരൊക്കെ മിക്ക ആൾക്കാരും അങ്ങനെ പോയിട്ടില്ല. KGF കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ആരും അങ്ങനെ പോയിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അറിയില്ല. അങ്ങനെ ഒരു വീഡിയോ ഒന്നും നമുക്കങ്ങനെ യൂട്യൂബിലൊന്നും തന്നെ കാണാൻ വേണ്ടിയില്ല KGF-ലേക്കുള്ള യാത്ര. സത്യം പറഞ്ഞാൽ KGF-ൻ്റെ പേരേ ഉള്ളൂ, നമുക്ക് കാണാനൊന്നുമില്ല. പക്ഷേ ഇതുപോലുള്ള മനോഹരമായ റോഡുകളാണ്. പലരും ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്ത് ഇങ്ങനെയൊക്കെ നിന്നിട്ട് അങ്ങ് പോകത്തേ ഉള്ളൂ. അങ്ങ് ഉള്ളിലോട്ട് കയറി പോകത്തില്ല. പക്ഷേ ഞങ്ങൾ നല്ല ഉള്ളിലോട്ട് കയറി പോകാനാണ് ശ്രമിക്കുന്നത്. ഈ റോഡിൻ്റെ പ്രത്യേകത തന്നെ അപ്പുറവും ഇപ്പുറവും നല്ല കൃഷികളാണ്. ഒരുപാട് കൃഷി നമുക്ക് കാണാൻ പറ്റും. അപ്പുറവും ഇപ്പുറവും സൈഡിലായിട്ട് നല്ല കൃഷി. കാര്യം ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു മിക്ക സ്ഥലത്തേക്കുമുള്ള കൃഷികളിലേക്ക് പോകുന്നു. ഇത് റോഡ് സൈഡിൽ തന്നെ ആൾക്കാരത് വിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നോക്കി ഇപ്പുറത്തെ സൈഡ് ഇടത്തെ സൈഡിൽ നോക്കി അവിടെ കൃഷി നടക്കുകയാണ്. ഇവിടെ മിക്ക ആൾക്കാർ കൃഷിക്കാരാണെന്നാണ് തോന്നുന്നത്. എനിക്ക് പിടിയില്ല. എന്നിരുന്നപ്പോൾ
നമുക്കിനി കുറച്ച് നേരം നിർത്താം. കാരണം ഞങ്ങൾ അറൗണ്ട് 60 കിലോമീറ്ററോളം 70 കിലോമീറ്ററോളം ഞങ്ങൾ നിർത്താതെ ഓടിച്ചാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്ന് കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി. എനിക്ക് വേന എടുക്കില്ല, നല്ല സുഖമുണ്ട് ഇതിനകത്തിരിക്കാൻ. ഓ ഇതിൻ്റെ അടിപൊളി റോഡല്ലേ. എവിടെ? അല്ല ഈ റോഡ് കയറിയാലും നല്ല രസമല്ലേ. അപ്പുറം നല്ല മരങ്ങൾ, തണലും, വെയിലടിച്ചിട്ടും ചൂടടിക്കുന്നില്ല അല്ലേ. കോളാറിന് 17 കിലോമീറ്റർ. ഇവിടെ ആരും ഹെൽമെറ്റ് വെക്കുന്നില്ല, ശ്രദ്ധിച്ചോ. നമ്മളെ ഹൈവേ കയറിയപ്പം തൊട്ട് ഒറ്റ മനുഷ്യ ഹെൽമെറ്റ് വെച്ചിട്ടില്ലേ. മാസ്ക് ഉണ്ട്, ആരും ഹെൽമെറ്റ് വെക്കുന്നില്ല. ബാക്കി ഇരിക്കുന്നവരും വെച്ചിട്ടേ ഇല്ല, ഫ്രണ്ടിൽ ഇരിക്കുന്ന ആരൊക്കെയാണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് തിരിക്കാൻ ഇവിടെ. ആക്ച്വലി ഇവിടുത്തെ റോഡിൽ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ NH കയറിയപ്പം തൊട്ട് മിക്ക ആൾക്കാരും ഹെൽമെറ്റ് ഇട്ടിട്ടില്ല. സാധാരണ ബാംഗ്ലൂർ അങ്ങനെയല്ല, എവിടെയും മുക്കിന് ചെക്കിങ് ഉള്ളതാണ് ബാംഗ്ലൂർ. പക്ഷേ ഈ റോഡിലോട്ട് കയറിയ ശേഷം എവിടെയും പോലീസ് ചെക്കിങ് ഒന്നും കണ്ടില്ല, ആരും ഹെൽമെറ്റ് ഇടുന്നില്ല. ഫ്രണ്ടിൽ ഇരിക്കുന്നവർ മാത്രം, ചുരുക്കം ചിലർ മാത്രം ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. ബാക്കി ആരും തന്നെ ഹെൽമെറ്റ് ധരിക്കുന്നത് ശ്രദ്ധിച്ചില്ല. എന്താണെന്നറിയില്ല, ഈ റോഡിൽ ചെക്കിങ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. എന്തായാലും നമ്മൾ എവിടെ പോയാലും ഹെൽമെറ്റ് ധരിക്കുക, സേഫായി വണ്ടി ഓടിക്കുക. ഹെൽമെറ്റ് ധരിക്കണം. നമ്മൾ പോലീസിനെ നോക്കി വേണ്ടിയല്ല, ഈ റോഡിലും മിക്ക അവിടെ നോക്കിയാൽ മനസ്സിലാവും, ആൾക്കാർ ആരും തന്നെ ഹെൽമെറ്റ് വെക്കുന്നില്ല. എന്താണോ ചെക്കിങ് ഇല്ല എന്നൊരു വിശ്വാസമായിരിക്കും, കാണത്തില്ലായിരിക്കും, സ്ഥിരമായിട്ട് ഇതൊഴി പോകുന്നവരായിരിക്കും. ഒക്കെ അങ്ങനെ നമ്മൾ ആ KGF കയറാനുള്ള ഒരു റോഡിലേക്ക് കയറി. ഇവിടുത്തെ റോഡ് ഇച്ചിരി മോശമാണെങ്കിൽ പോലും ഒരു ഉൾഗ്രാമമാണ്, ഒരു ലോക്കൽ ഏരിയയാണ്. കാര്യം അത്രയ്ക്ക്, കാരണം കടകളും ഒക്കെ കാണുമ്പോഴും ആ റോഡ് കാണുമ്പോൾ കാര്യം അത്രയ്ക്കും ഒരു ഗ്രാമപ്രദേശമാണ്, തനി ലോക്കൽ ഏരിയയാണ്. പക്ഷേ ഈ യാത്ര സഞ്ചരിക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. സൊമാറ്റോയൊക്കെ വരുന്നുണ്ട്. അപ്പം സൊമാറ്റോയൊക്കെ ഇവിടെ എത്തണമെങ്കിൽ തന്നെ, നല്ലൊരു ഹോട്ടലിൽ നിന്ന് എത്തണമെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 30-40 കിലോമീറ്ററൊക്കെ ഓടി വരണേ. അത്രയും ദൂരമുണ്ട്. നല്ലൊരു ഹോട്ടലിൽ നിന്നൊക്കെ സൊമാറ്റോ താമസിക്കുന്നവർക്ക് ബുക്ക് ചെയ്യണം വേണ്ടി. നോക്കി, അതിമനോഹരമായ യാത്ര. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു മാനുകൾ കണ്ടിട്ടുണ്ട്. അതൊരു അപ്രത്യക്ഷിതമായി കണ്ടതാണ്. എങ്ങനെ കിട്ടിയെന്നറിയില്ല. നമ്മൾ നോക്കുമ്പോൾ പക്ഷേ ക്യാമറയിൽ നിന്നും അധികമായിട്ട് കാണാനില്ല. ക്യാമറയിൽ അത് കിട്ടിയില്ല. അത് കുറച്ച് റോഡ് സൈഡിൽ നിന്ന് കുറച്ച് ദൂരെയാണെങ്കിൽ പോലും അത് നമ്മളൊന്ന് നോക്കും. പക്ഷെ ഞങ്ങൾ നോക്കാമെന്ന് കരുതിയതാണ്. അങ്ങോട്ട് പോയി ഇനി കാണാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും നോക്കട്ടെ. ക്യാമറയിൽ അധികം കിട്ടുന്നില്ല. അത് നോക്കിയാൽ മനസ്സിലാവും. അങ്ങ് ദൂരെയൊക്കെ ഉണ്ടാവും, അവിടെ ഒരു സ്പോട്ടിലായിട്ട് കാണാൻ തോന്നും. പക്ഷെ അത് വലിയ ക്വാളിറ്റിയിൽ, അധികം സൂം ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ വലിയ ക്വാളിറ്റിയിൽ നിന്ന് കാണാൻ പറ്റുന്നില്ല. പക്ഷെ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിപ്പോയി കേട്ടോ, റോഡ് സൈഡിൽ ഇങ്ങനെ മാനെ കാണുക. കാര്യം നമ്മളിവിടെ ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു റോഡിൽ മാനുകളെയൊക്കെ കാണാൻ പറ്റുമെന്ന്. പക്ഷെ ഇവിടുത്തെ ഉള്ളവർക്കൊക്കെ അതൊക്കെ ഒരു വലിയ റീസണായിട്ട് തോന്നുന്നില്ല. കാര്യം അവരൊക്കെ അങ്ങനെ നിർത്തുന്നില്ല, അവർ ഇതുവഴി പോകുമ്പോഴങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. നമ്മളിങ്ങനെ നിർത്തിയിട്ട് പോലും ആൾക്കാരൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാര്യം അവരങ്ങനെ വിട്ടുപോകണം. കാര്യം അവർ സ്ഥിരമായിട്ട് കാണുന്നവരായിരിക്കും, അതുകൊണ്ടാവാം. അല്ലെങ്കിൽ അത് വളരെ നമ്മുടെ അതിനൊരു വളരെയധികം ഒരു എന്താ പറയുകയെന്നറിയില്ല, വളരെ ഒരു ഉന്മേഷമായി. കാര്യം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കുറേ മാനുകളെ കാണാൻ പറ്റിയ റോസിൽ. പക്ഷെ നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടുകൊണ്ട് അത് ഉള്ളിലേക്ക് ഓടിക്കയറിപ്പോയി. കുറേ ഉണ്ടായിരുന്നു, ഒരുപാട് ഇതുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും നല്ല ഭംഗിയായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. ഇവിടെ നിൽക്കുമായിരുന്നു. കാര്യം വണ്ടിയുടെ സൗണ്ട് കേട്ടാണ് ഒത്തിരി പോയതാ. അതൊന്നും കണ്ട ഉറങ്ങി. വല്ല പുലിയോ കടുകയാണ് ചാടി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഓടാൻ പോലും വഴിയില്ല. എങ്ങോട്ട് ഓടില്ല ചാടി പിടിക്കുമത്. മാനൊക്കെ നമ്മൾ തിരിച്ച് ക്യാമറയൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയത്തേക്ക് മാനുകളെല്ലാം ഉള്ളിലേക്ക് കയറിപ്പോയി. വണ്ടിയുടെ സൗണ്ട് കേട്ടോണ്ടാന്ന് തോന്നുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം.
ഓക്കെ, അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നത് നല്ല അതിമനോഹരമാണ്. റോഡൊക്കെ ഇച്ചിരി മോശമാണെങ്കിൽ പോലും അപ്പുറവും ഇപ്പുറവും നല്ല മരങ്ങളും, ഏകദേശം ഒരു കാടിൻ്റെ സൈഡാണിത്. പക്ഷേ അധികം വീടുകളൊന്നും ഇവിടെ ഇല്ല. പക്ഷെ ഞങ്ങളൊരു ഇടയ്ക്കൊരു കുഞ്ഞു റോഡിലോട്ട് കയറിയപ്പോൾ ഉള്ളിലോട്ട് കുറച്ച് വീടൊക്കെ കാണാൻ സാധിച്ചെങ്കിൽ പോലും വീടുകളൊക്കെ വളരെ കുറവാണ്. പക്ഷെ ഒരുപാട് ആൾക്കാർ ആടിനെയും പശുവിനെയൊക്കെ മേയ്ക്കുന്ന കാണാം ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ളിലോട്ടായിട്ട്. കാടാണെന്നാണ് തോന്നുന്നത്. ഉള്ളിലോട്ട് ആടിനെയൊക്കെ മേയ്ക്കുന്ന കാണാം. പക്ഷേ ഒന്നും പറയാനില്ല, വളരെ എക്സ്പീരിയൻസ് ആണ്. കാര്യം അധികം ആൾക്കാരൊന്നും ഈ റോഡിലോട്ടൊന്നും ഇങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആർക്കും തന്നെ അറിയില്ല. പക്ഷെ നല്ല രസമാണ് കേട്ടോ ഈ റോഡിൽ ഇങ്ങനെ വണ്ടി. നമ്മളങ്ങനെ ഒരു വന്ന് KGF മറ്റേ ഇവിടെ ആണെന്നും പറഞ്ഞ് കാണിച്ചാണ്. ഈ വലത്തെ സൈഡിൽ കാണുന്നതാണ് അതിൻ്റെ ഒരു പാർട്ടാണെന്നാണ് നമ്മൾ അന്വേഷിച്ച് പറഞ്ഞത്. പക്ഷേ എൻ്റെ അപ്പുറത്തോട്ട് കയറി പോകാം. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ അവിടെ എന്തോ വണ്ടിയൊക്കെ ഇട്ട് ബ്ലോക്കാക്കിയിട്ട് എന്തോ പണിയൊക്കെ നടക്കുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറി പോകാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് കയറിപ്പോയാണ്. അത് വെച്ച് ഉള്ളിലോട്ടാണ്, വലിയ റോഡൊന്നും അല്ല, ഒരു കുഞ്ഞു റോഡാണ്. ആൾക്കാർ കുറേ വീടൊക്കെ ഉള്ള ഉള്ളിലോട്ട് കയറി പോകണം. ഇന്ന് ഞങ്ങളെ കൊണ്ട് പോകാൻ പറ്റിയില്ല അങ്ങോട്ട്. വളരെ സങ്കടം. ഞങ്ങളതിൻ്റെ പുറത്തിറങ്ങി ആൾക്കാരുടെ അന്വേഷിച്ചപ്പോഴാണ് അതിൻ്റെ മുകളിൽ കയറാൻ പറ്റും. പക്ഷേ അവിടെ ഇപ്പോൾ എന്തോ പണി എന്തോ നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അത് വളരെ സങ്കടമായിപ്പോയി. എന്നാലും ഒരിക്കലും നമുക്ക് മടുപ്പ് വന്നില്ല. കാര്യം നല്ല റോഡും മനോഹരമായ യാത്രയായിരുന്നു. കാര്യം അപ്പുറം ഇപ്പുറം കാടും അതിൻ്റെ ഇടയ്ക്ക് കുറേ മാനുകളെ കാണാനും പറ്റി. അങ്ങനെ ഒരു ഭയങ്കര ഒരു അൺഎക്സ്പെക്റ്റഡ് ആയൊരു യാത്ര ആയിരുന്നാൽ പോലും നമുക്ക് ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞാൽ ആൾക്കാരെല്ലാം വരുന്നതെല്ലാം ഈ വേറെ റോഡിൽ കൂടെ തോന്നുന്നു. അവരാരും നമ്മളാ വന്ന റോഡിൽ കൂടെ അങ്ങനെ ആൾക്കാരൊന്നും വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ തിരിച്ചിടെ വരുമ്പം അതുവഴി തന്നെ വരാൻ ശ്രമിക്കുക. കാര്യം അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ വണ്ടികളോ ഒന്നും ഇല്ല, വീടുകളൊന്നും വലിയ കാര്യമായിട്ടില്ല. എന്നാൽ പോലും ഓക്കെ, അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. കാര്യം വന്ന വഴി കൂടെ തന്നെയാണ് പോകാൻ തീരുമാനിച്ചത്. കാര്യം അത്രയ്ക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടു. കൂടെ വണ്ടി ഓടിച്ചൊക്കെ റൈഡൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും വരുന്ന ഒരു റോഡാണ്. അത്രയ്ക്ക് രസമാണ് ഇതിലൂടെ ഓടിക്കുന്നത്. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറച്ച് ഉള്ളിലോട്ട് കയറാമെന്ന് കരുതി. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലും ഇറങ്ങിപ്പോകരുത്. കൂടെ കുറഞ്ഞത് 2 പേരെങ്കിലും വേണം നമ്മളും റൈഡേഴ്സിനും കൂടെ. അല്ല നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് നമ്മളെ, ഒന്നാമത് ലാംഗ്വേജ് അറിയില്ല, പുറം സ്ഥലമാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കൂടെ നിൽക്കാൻ ആരെങ്കിലും ഒരാൾ വേണം. അല്ലാതെ ഒറ്റയ്ക്കൊന്നും ഒരു കാരണവശാൽ പോലും ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോയി ഇറങ്ങി നിൽക്കരുത്. കാര്യം അത് റിസ്ക്കാണ്, ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാം. നമ്മളിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്. കുഞ്ഞൊരു ഓഫ് റോഡാണ് സംഭവം. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഇത് വണ്ടിയൊന്നും ഇറങ്ങി പോകുന്ന വഴിയൊന്നുമല്ല. കാര്യം അവിടെ ആൾക്കാരൊക്കെ പശുവിനെയൊക്കെ മേയ്ക്കാൻ നടന്നു ഇറങ്ങിപ്പോകുന്ന വഴിയാണ്. എന്തെങ്കിലും നമ്മൾ ഇറങ്ങിപ്പോയി. അതുകൊണ്ട് വന്നിട്ട് നമ്മൾ വിചാരിച്ചത് കുറേ ഫോട്ടോ ഒക്കെ എടുക്കാൻ, KGF കയറി കുറേ ഫോട്ടോ ഒക്കെ എടുക്കാനാണ് കരുതിയത്. പക്ഷേ എന്തായാലും അതും നടന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനൊരു സ്ഥലത്ത് ഇറങ്ങി കുറച്ച് ഫോട്ടോ എടുക്കാനായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു നമ്മൾ തിരിച്ച് പോവുകയാണ്. വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത്. വേറെയും വഴിയുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ഇതുവഴി തന്നെ ഇഷ്ടപ്പെട്ടു. കാര്യം തിരിച്ചു പോകുന്ന വഴിക്കും മാനയെങ്ങാനും കിട്ടിയാലോ എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ എൻ്റെ വീഡിയോ ഇത്തരം പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ കമ്മിങ്. ഇനി ഒരു പുതിയ വീഡിയോ കാണുന്നവരേക്കും ബൈ.